ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് കമ്പം, തേനി, മുന്തിരിക്കോട്ടം ഒക്കെ കാണാൻ വേണ്ടിട്ട് പോവാണ്. അങ്ങനെ പോയി ഞങ്ങള് വളഞ്ഞോട്ടമല്ലേ ഇത്? ഇവിടെ ഇത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിന്റെ അവിടെ വരെയായി. അപ്പം അവിടെ നമ്മൾ ഇറങ്ങുവാണ്. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് കമ്പം തേനി വഴി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ച് വന്നിട്ട് ഒരുമാതിരി വെള്ളച്ചാട്ടമായിപ്പോയി കഴിച്ചു. ഇത്ര വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇതിന് മുമ്പ് ഞങ്ങൾ ഇതിലെ വന്നപ്പോൾ ഇതിലും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഇത്രയേ ഉള്ളൂ വെള്ളച്ചാട്ടം. കുറച്ചുകൂടെ കഴിയുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കൂടുമായിരിക്കും. ഇപ്പം ഇത്രേ ഉള്ളൂ നിലവിൽ വെള്ളച്ചാട്ടം. അണ്ടേ കേസ് പുന്നാരി കുഞ്ഞിലെ വന്നിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. കുഞ്ഞിലെ ടർക്കിപ്രായത്തിൽ കേസ് വന്നിട്ടുണ്ട്. അഭി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ പോക്ക് പ്ലാൻ ചെയ്തത്. ഇന്നലെ രാത്രിയിൽ, അതെ ഇന്നലെ വൈകിട്ട് പ്ലാൻ ചെയ്ത് ഇന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഗൈസ്. കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങളിപ്പോൾ വീണ്ടും യാത്ര തുടരുവാണ്. അപ്പോൾ നമുക്ക് കമ്പം തേനി മുന്തിരിക്കൊല കാണാൻ അച്ഛൻ ലോട്ടറി എടുത്തു. ഇന്നലെ രാത്രി പെട്ടെന്ന് തീരുമാനിക്കുമായിരുന്നു. അഭി വന്നപ്പോൾ അഭിക്ക് 2 ദിവസം അവധിയുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഞാൻ ജൂൺ 1 തൊട്ടല്ലേ ഇനിയും ജോലിക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനി ഒരു അവസരം ഉടനെ ഉണ്ടാവത്തില്ല. അതെ അച്ഛനും ഉണ്ട്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഏട്ടാപ്പൂന് അവധി എടുക്കായിരുന്നു. അപ്പം നമ്മൾ ലോട്ടറി എടുക്കുവാണേ. അതെ, എന്തെങ്കിലും അടിച്ചാൽ. അപ്പം നമുക്ക് യാത്ര തുടരാം. വേണ്ട സുത്തുപൊന്നാരി പാല് കുടിക്കുവാണ്. ആവേശം വരൂ ഗൈസ് നിങ്ങൾക്ക്. ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആവേശം ഉണ്ടോ എന്ന് പറയണേ. ഏട്ടാപ്പ് പറയുന്ന വീഡിയോക്കകത്ത് ആവേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെയാണോ? അതെ, കുടുംബത്തിലെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. കഷ്ടകാലം നോക്കണം ഗൈസ്. എന്റെ സൈഡ് ഗ്ലാസ്സിൽ കാക്കാപ്പിട്ടു. മൊത്തം താത്തില്ല, കാക്കാപ്പിട്ട് വെച്ചേക്കോ. ഞാൻ താക്കൂല. അച്ഛനെ പണി സൈറ്റിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അച്ഛൻ മുങ്ങി. ഞങ്ങള് പൊളിച്ച് പോവാണ് ഗൈസ്. മഞ്ഞിൽ തഴവരയിൽ രാത്രി മുല്ല പൂക്കുമ്പോൾ കേശവൻ ഈ വണ്ടിയെ തൂങ്ങി കിടക്കുന്ന മുന്തിരിങ്ങ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. ഒറിജിനൽ കാണിക്കാതെ ഒറിജിനൽ കാണിക്കും. ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേശവന് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ അത്. തേയിലത്തോട്ടത്തിൽ പോയി ഫോട്ടോ എടുത്താ. തേയിലത്തോട്ടം എനിക്ക് അറിയണ്ടേ. അടിപൊളി വെള്ളച്ചാട്ടം. മുല്ലപ്പെരിയാറിന്ന് മുല്ലപ്പെരിയാറിന്റെ സൈഡിലാണ് പോണത്. ചുര ഇറങ്ങി നമ്മള് തമിഴ്നാട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കമ്പം തേനി പിടിക്കാൻ പോവാണ്. നമുക്ക് ചെന്നിനി മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്യാം. പോത്തുകൊട്ടാൻ ഇവിടെ എല്ലാം വരയാടുകളുടെ എന്തോ സംഭവം കാണാനുണ്ടാകത്തോട്ട് പോകും കേട്ടോ. കൊച്ചുള്ളിയാണോ? സബോളയോ ഉള്ളിയോ ഏതാണ്ടാവും കേട്ടോ. ഹായ് വാഴത്തോട്ടം.
നമ്മളിവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. രാവിലത്തെ ഫുഡ് ഇതുവരെ കഴിച്ചില്ലല്ലോ, അപ്പം ഫുഡ് കഴിച്ചിട്ടാവാം ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് വിചാരിച്ചു. കേശു പാലും കുപ്പിയായിട്ടൊക്കെയാണ്. പാലും കുപ്പി ഇട്ടില്ല. അതെ, നമ്മൾ കഴിക്കാൻ കയറുവാണ്. ഇതൊരു കേരള ഹോട്ടലാണ്. ഇവിടെ കേരള ഹോട്ടൽ ഇത് മാത്രമേ ഇതുവരെ വരുന്ന വഴി കണ്ടുള്ളൂ. കണ്ടോ, കേരള ഹോട്ടൽ. അപ്പം ഇവിടെ കയറി നമ്മൾ കഴിക്കാൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അമ്മയ്ക്ക് തേങ്ങ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വെളിച്ചെണ്ണയ്ക്കും കുറവാണെങ്കിൽ മേടിച്ചോണ്ട് പോകാമായിരുന്നു. തേങ്ങ ഉള്ളിടത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കുറവ്. വാഴ വെട്ടിയേറ്റ് ചെയ്ത് മുഴുവൻ കേട്ടോ. വാഴ വെട്ടി നമ്മൾ ഏകദേശം നമ്മുടെ മുന്തിരിത്തോട്ടത്തോടടുക്കാറായിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പം നമ്മൾ പോകുന്ന വഴി മാക്സിമം കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുവാണ്. കാരണം ഇതിനി ഇപ്പം പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു തവണയല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ വാതിലിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ കയറാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മൾ കയറാൻ പോകുന്നത് MSR മുന്തിരിത്തോട്ടത്തിലാണ്. അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. അതാണ്ട് MSR ഗ്രേപ്സ്. ഇവിടുത്തെ കൊള്ളാവുന്നതിൽ നല്ല ഒരു മുന്തിരിത്തോട്ടമാണെന്ന് തോന്നുന്നു. എല്ലാം അടിപൊളിയാണെന്ന് കേട്ടോ പറയുന്നുണ്ട്. നമുക്കേതായാലും ഇവിടെ കയറി സിറ്റ് ചെയ്ത് നോക്കാം. ഏതോ മരുഭൂമി കിടക്കേണ്ട ഭാവത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുക. ആണ്ടമ്മ മുന്തിരിങ്ങ കാണാൻ വേണ്ടി അക്രത്തും പൊത്തു വന്നയാൾ അമ്മയാ. അതേ കുതിര നിൽക്കുന്നു. ഹായ്, മുന്തിരിക്കൊലകൾ. സന്തോഷമായോ? ആ ചിരി കണ്ടോ ഗൈസ്, നിങ്ങൾ ആ ചിരി കണ്ടോ? അച്ഛൻ അങ്ങോട്ട് ചിരി വന്നിട്ടില്ല. അരളിപ്പൂക്കൾ. ആണ്ട് ഇവിടെ മറ്റേ ഇതൊക്കെയുണ്ട്, അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് അടിപൊളിയാണ്. കേസുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മുന്തിരിങ്ങ. ഇവിടെ പിടിക്കണം എന്ന്. ഏട്ടാപ്പൂ എൻട്രി 650. നല്ല പച്ച കളറിലെ മുന്തിരിങ്ങ. ഇത് ആയിട്ടില്ല, ഇത് വിളയുന്നതേ ഉള്ളു. കണ്ടോ, ഹായ്, തൊട്ടൊക്കെ നോക്കാൻ തോന്നുന്നു ഗൈസ്. നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം, അല്ലേ? ബാക്കി എന്ത് ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അതെല്ലാം അത് തൂത്ത് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു യാത്രയായാലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷമായാലും അതെല്ലാം നമ്മളെ അത് മതി നമുക്ക്. അതാണ് നമുക്ക് വേണ്ടത്. അതിപ്പോൾ എനിക്കുണ്ട് കൈ. പറിച്ചുകൂടാ, മുന്തിരി പറിച്ചാൽ 500 രൂപ ഫൈൻ ഉണ്ടാവും. അങ്ങനെ മുന്തിരിക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നത് കണ്ടോ, ഇങ്ങനെ വേരിലേക്ക് വെള്ളം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഓരോ ഹോളുണ്ടാക്കി ഓസത്തേക്കുക. വിളഞ്ഞു കിടക്കുന്ന മുന്തിരി തോട്ടത്തിലേക്ക് കയറുവാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കാണുക. നല്ല രസമുണ്ട്. എൻ്റെ അമ്മ മുന്തിരിത്തോട്ടം കാണുന്നു. അമ്മയ്ക്ക് അങ്ങ് ആവേശം വന്നിട്ട് പാടില്ല. കേശു പറിച്ചു തരാനാ പറയുന്നത്. നമുക്കിവിടെ മുന്തിരികൾക്കിടയിൽ വിശ്രമിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഇട്ടിട്ടുണ്ട്. തലയ്ക്കു മേളിൽ മുന്തിരിങ്ങ, നേരെ നോക്കുമ്പോൾ മുന്തിരിങ്ങ. അബിക്കൊക്കെ തല കുനിച്ചാൽ നടക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ അവസ്ഥ ഇതിനടെ പൊക്കം ഉണ്ടാവരുതെന്ന് പറയുന്നത്. അണ്ണ മുന്തിരിങ്ങ കൊടുത്തു. താങ്ക് യു പറഞ്ഞേ, ഒരു താങ്ക് യു പറഞ്ഞേ.
ഇവിടെ കൊണ്ടോ എവിടെ കൊണ്ടോ കുരു കടിക്കുന്ന കണ്ടോടി. ഒരുപാട് ആളുകളായി ഗൈസ് ഇവിടെ. നേരത്തെ വെള്ളക്കുറിച്ച് വലുതല്ലാതെ വേറൊരു തോട്ടം കൂടെ അപ്പുറത്തുണ്ട്. അവിടെ പാസ് എടുത്തിട്ട് കയറുന്നത് നമുക്ക് അപ്പുറത്ത് അങ്ങോട്ടേക്ക് പൊക്കമുള്ളവർക്ക് ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അത് കണ്ടില്ലേ തല 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 കുനിച്ചു പിടിച്ച് ആപ്പി നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പള്ളിയെ തട്ടിയുള്ള നടത്തുക. പക്ഷെ എന്തായാലും നല്ലൊരു അതിമനോഹരമായ കാഴ്ച. ഹായ്, മുന്തിരി വള്ളികൾക്കിടയിലൂടെ നടക്കുന്ന ഗൈസ്. തലയ്ക്ക് മുകളിൽ മുഴുവൻ മുന്തിരിങ്ങ. മുന്തിരി 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 അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? അതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത സൈഡിലുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനൊന്നും നമ്മൾ മുതിരുന്നില്ലെങ്കിൽ കൂടിയും അതെ, ഉയരമുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് വേണം മുന്തിരിത്തോട്ടം പണിയാനെന്നാണ് അഭി പറയുന്നത്. അവൻ്റെ പെടലി വേദന എടുക്കണ്ട അവനൊന്ന്. അടുത്തത് ഇപ്പം MSR നമ്മൾ ഇറങ്ങി എരിക്ക് കുടിക്കാൻ വന്ന് കഴിച്ചു. ഇത്രയും നടന്നപ്പോൾ തന്നെ വാടി തളർന്ന്. അപ്പോൾ ഒരിച്ചിരി ഇളനീര് കുടിച്ചിട്ടാവാം ഇനിയത്തെ യാത്രയെന്ന് വിചാരിക്കുന്നു. കണ്ടോ ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട് സ്ട്രോയൊക്കെ ഇട്ട്. താണ്ടെ അച്ഛനും മോനും കുതിരയെ കാണാൻ പോയി. കടന്നു വരുന്നുണ്ട്. മുന്തിരിങ്ങ വാങ്ങിക്കാൻ നിൽക്കുകയാണ് ഗായ്സ്. പെട്ടി കണക്കിനാണ് മുന്തിരിങ്ങ. അതിലൊരു പെട്ടി മുന്തിരിങ്ങ മേടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അഭയുണ്ട്. അഭയാണ്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്തിരി കൊണ്ടുവരുന്നു. കൊള്ളാം, ഫ്രഷ് ഫ്രഷല്ലേ? കുഞ്ഞിനും നല്ലതാണ് ഫ്രഷ് മുന്തിരിയാകുമ്പോൾ. അവന് മുന്തിരിങ്ങ ഇഷ്ടമാണ്. കൊടുക്കണം തോണ്ടി വിളിക്കുന്നുണ്ടോ മുന്തിരി കൊടുക്കാൻ. മുന്തിരി മേടിച്ച് ഞങ്ങൾ പോവാണ്. പെട്ടി മുന്തിരിങ്ങയായിട്ട് പോയപ്പോൾ മോൻ ഒരു പടല മുന്തിരിങ്ങയായി വരുന്നുണ്ട്. എല്ലാവരും കൊടുക്കുകയും ചെയ്യും, അതാണ് അത്ഭുതം. എല്ലാവരെയും ചിരിച്ച് കാണിച്ച് മേടിച്ചു. ഓ ചവ കണ്ടോ കേശു? ആരെയാന്നടാ നിനക്ക് മുന്തിരി കൊല? ഞാൻ എനിക്കൊരു ഐസ്ക്രീം പറഞ്ഞു. മധുരമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം അച്ഛൻ മുന്തിരിങ്ങ. ക്യാമറി ഐസ്ക്രീം. നമ്മൾ തെങ്ങും തോപ്പിനകത്തൂടെ പോകാൻ പോവാണ്. ഹായ്, രണ്ട് സൈഡും തെങ്ങ്. തെങ്ങുന്തോട്ടത്തിന് നടുക്കൂടെ ഞങ്ങളൊന്ന് പോകും. ശരിക്കും തമിഴ്നാടിൻ്റെ ഗ്രാമാന്തരീക്ഷമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുമ്പ് പുറകോട്ട് പോയി വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഗ്രാമമായിരുന്നു അല്ലേ? വീടുകളും ആളുകളും ഒക്കെ. അത് അവരുടെ പ്രധാന കൃഷി അതാണ്. എത്ര മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞങ്ങൾ മുന്തിരിങ്ങ മേടിച്ച് കാശ് കിലോ 70 രൂപയുടെ മുന്തിരിങ്ങയാണ് മേടിച്ചത്. പക്ഷെ ഫ്രഷ് ആയിരുന്നു. ഇവിടെയൊക്കെ വേറെ റേറ്റ് ആണോ എന്ന് അറിയത്തില്ല. ചോദിച്ചു നോക്കാം. ഇത് കണ്ടോ മുന്തിരിത്തോട്ടം കണ്ടോ? ഇപ്പൊ മുന്തിരിങ്ങയാ. അവിടെ തന്നെ കുറച്ച് എടുക്കുക. അതെ, മല കണ്ടോ? മല. നമ്മളിപ്പോൾ സുരുളി വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. വെള്ളം ഉണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അവർ പറയുന്നത്
മഴയില്ലാത്തത് കൊണ്ട് ഒരു തുള്ളി പോലും വെള്ളമില്ല എന്നാണ്. വെറുതെ നമ്മളോടം വരെ വണ്ടി ഓടിച്ചു വന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ തിരികെ പോവാണ്. വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ വാട്ടർഫോൾസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വെള്ളം വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ആകെ ഉള്ളതെന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അമ്പലത്തിൽ കയറുന്നില്ല. പിന്നെ എന്ത് ചെയ്യും, മഴയെല്ലാം പെയ്തു. ഇവിടെ അങ്ങ് മഴ പെയ്തില്ല ഗൈസ്. നമ്മുടെ നാട്ടിലല്ലേ മഴ പെയ്തുള്ളൂ. മഴ പോലും ഇല്ല ഇവിടെ. കേരളമാണ് ഗൈസ് മഴയുടെ കാലം. പശുവിനെ കൊണ്ട് വന്നിട്ട് പശുവിൻ്റെ അകിടൊക്കെ കണ്ടിട്ട് സങ്കടം വരുന്നു. ഇങ്ങനെയുണ്ടോ നിങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുന്നു? രാമക്കൽമേട് ബോർഡിടയ്ക്ക് തൊലി പൊളിച്ചത് മതി നമുക്ക്. പോയ വഴിക്ക് വാളംപുളി കണ്ടിറങ്ങിയേക്കുവാണ്. അമ്മ വാളംപുളി തപ്പാൻ തുടങ്ങിയിട്ട് കുറച്ച് ആളായി. അപ്പം അങ്ങോട്ട് പോയ ഞങ്ങൾ തിരികെ വന്ന് വാളംപുളി ഇല്ലായിരുന്നു നമുക്ക്. അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണുമ്പോൾ അതെ അതെ അതെ.